ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴാണെന്നുണ്ടെങ്കിൽ തവാങ്ങിലാണുള്ളത്. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് തവാങ് മൊണാസ്ട്രി. ഇവിടെയാണ് സ്റ്റേ ചെയ്ത്. തവാങ് മൊണാസ്ട്രി കലാവാങ് പോ ഹോട്ടൽ, മൊണാസ്ട്രിയുടെ തന്നെ ഹോട്ടലാണ്. ഇവിടെയാണ് ഈ സൂത്രം കാണിച്ചത് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു റോപ്പ് വേ കേട്ടോ. അതായത് ഇവിടുന്ന് അടുത്ത മലയിലോട്ട് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള റോപ്പ് വേ ആണ് അടുത്ത മലയിലോട്ട്. ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ അങ്ങ് ആ കാണുന്ന വൈറ്റ് എടുക്കുന്ന ഏരിയ ഉണ്ടോ, അവിടേക്കാണെങ്കിൽ ഒത്തിരി യാക്കുകളൊക്കെ കാണാം. ഉണ്ടാവും ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടോ, അതെല്ലാം യാക്കാട്ടോ. ഈ സൈഡിലൊക്കെ സ്നോ പെയ്ത് കിടക്കും കേട്ടോ. മഞ്ഞ് പെയ്തിരുന്നു കേട്ടോ. ഇന്നത്തെ കാര്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് ഇന്നലെ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒന്നും ചെറിയ പൊടിയായിട്ട് സ്നോ ഒന്നും കണ്ടില്ലല്ലോ. ഇന്നത്തെ കാലം പെയ്തെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുമ്പോ 10 മണിയായി. അതെ, അത് ശരിയാ. അപ്പത്തേക്കും ഒരു കാണുമായിരിക്കും. നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ അതേപോലെ തന്നെ നോക്കാം. 10 മണിയാവും. 10 മണിക്ക് എത്തും തോന്നുന്നില്ല കേട്ടോ. ഇവിടെ സേലാപാസോ? സേലാപാസ് എത്തൂല 10 മണിക്ക്. നോക്കാം. നൂർനാങ് വെള്ളച്ചാട്ടം ജാങ് വെള്ളച്ചാട്ടം എന്നും ബോങ് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു. ഇതാണ് ജാങ് ഹൈഡൽ പ്ലാന്റ്. പ്രാദേശിക ഉപയോഗത്തിനായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ വൈദ്യുതി നിലയമാണ്. തിരിച്ചു പോകുന്ന വഴി കണ്ടൊരു വാട്ടർഫാൾ ആട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു. ഒരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി. ഒരു അടിപൊളി വാട്ടർഫാൾ, ഒത്തിരി ഹൈറ്റിൽ നിന്നാണ് വന്ന് ചാടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദേ ഇവിടേക്കാണെങ്കിൽ സ്നോ പെയ്ത് കിടക്കുന്നുണ്ട്, ലൈറ്റായിട്ട് പെയ്തിട്ടുണ്ട്. നൂറ് മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം ജാങ് പട്ടണത്തിന് 2 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. സേലാപാസിന്റെ വടക്കൻ ചെരുവുകളിൽ നിന്നാണ് നൂർനാങ് നദി ഉത്ഭവിക്കുന്നത്. വെള്ളച്ചാട്ടത്തിന് തൊട്ടു പിന്നാലെ ഇത് തവാങ് നദിയുമായി സംഗമിക്കുന്നു. വാട്ടർഫാളിന്റെ കയറ്റം വന്ന് അമ്മാതിരി കയറ്റാട്ടോ. നോക്കിയേ, അങ്ങ് ടോപ്പിൽ നിന്ന് നല്ല രീതിയിൽ ചാടുന്നത് കാണാൻ പറ്റും. ഇപ്പം വെള്ളം നല്ല രീതിയിൽ ചാടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു നദിയാണെങ്കിൽ ഒഴുകി വരുന്നത് കാണാൻ പറ്റും. ഈ വാട്ടർഫാൾ വന്ന് ചാടിയാണെന്നുണ്ടെങ്കിൽ ഈ നദിയിലോട്ടാണ് ഒഴുകി പോകുന്നത്. തണുപ്പേ. നമ്മളിപ്പം തവാങ്ങിൽ നിന്നുള്ള മലയ്ക്ക് ഇറങ്ങി ഇപ്പം സേലാപാസിലോട്ട് ഉള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണ്. 42 കിലോമീറ്റർ ആണ് ഇനി ഇവിടുന്ന് സേലാപാസിലേക്കുള്ളത്. 42 ഉണ്ടാവും. അപ്പം നമുക്കിവിടെ സ്നോ ഒന്നും കാണുന്നില്ല. മലയുടെ മുകളിലൊക്കെ ആണെങ്കിൽ സ്നോ കാണാൻ പറ്റും. എന്തായാലും സേലാപാസിൻ്റെ അവിടെ നമുക്ക് സ്നോ കാണാൻ പറ്റും. പക്ഷെ നമ്മള് ഇങ്ങനെ സ്നോ ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ലല്ലോ. വാട്ടർഫാളിലൂടെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ലെയർ കാണാൻ പറ്റും. ലെയറായിട്ട് ഇങ്ങനെ വൈറ്റ് കാണാം. അതൊക്കെ പെട്ടെന്ന് വാട്ടറായി പോകും വെയിലടിക്കുമ്പോഴേക്കും. സൈഡിൽ ഒരു യാക്ക്, അതെ, ഇഷ്ടം പോലെ. അങ്ങ് മലയുടെ അറ്റത്ത്, ഈ മലയുടെ അപ്പുറത്തെ മലയിൽ നമ്മൾ പോയി വന്ന മോണാസ്ട്രി കാണാം. നമ്മളിപ്പോൾ കയറി വന്ന വഴി ഉണ്ടോ താഴെ കൂടെ. നമ്മളിപ്പോൾ സേലാപാസ് മുമ്പായിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇന്നത്തെ പെട്രോൾ റേറ്റ് ഇവിടെ 98 രൂപ.
ഡീസലിനാണെന്നുണ്ടെങ്കിൽ 86.74. നമ്മൾ ഇന്നലെ രാവിലെ വന്ന് ചായ കുടിച്ച സ്ഥലം. ചൂടൻ റൊട്ടിയും ഗ്രീൻ പീസും സോയാബീനും ചേർന്ന കറിയാണ്. ഇത് ആലു. ഇവിടെ റൊട്ടി കറി ഇതുകൊണ്ട് ഒരു സ്പൂൺ തരും. കറി തന്നിട്ടുണ്ട്, ഒരു ചപ്പാത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചപ്പാത്തി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. അതിനുശേഷം ഇത് കറി ഇങ്ങനെ കുടിക്കായി. ഇതിനാണ് ഇവിടെ സ്പൂൺ തരുന്നത്. നമ്മൾ കഴിക്കുന്ന പോലെ ചപ്പാത്തി ആണെങ്കിൽ കറി മുക്കി കഴിക്കുകയല്ല കേട്ടോ. ഇതല്ല നമ്മുടെ സ്റ്റൈൽ. ഇവിടെ അങ്ങനെ ഇപ്പൊ നല്ലപോലെ സ്നോ ആയിട്ടോ. സ്നോ പെയ്ത് കിടക്കുന്നു. സ്നോ കട്ടിക്കട്ട ഐസ് വീണ് കിടക്കണേ. ഇവിടുത്തെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്ന സ്ഥലമൊക്കെ ആണെങ്കിലോ മുഴുവൻ കട്ടയെ കിടക്കും കേട്ടോ. അപ്പൊ രാത്രിയിൽ തണുപ്പ് എന്തുമാത്രമായിരുന്നു അല്ലേ. ചില്ല് പോലെ ഉണ്ടോ കേട്ടോ. ചില്ല് പാളി ചില്ല് കഷ്ണം പോലെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ വന്ന് ചാടുന്നേ. ആ ചാടിയിട്ട് ഇവിടെ വന്ന് ചാടുന്ന അത് മുഴുവൻ ഫ്രോസായി നിൽക്കുക. സ്നോയൊക്കെ കാണുമ്പോൾ എത്ര പ്രായമുള്ളവരൊരു കൊച്ചുകുട്ടിയെ പോലെ ആവും എന്നല്ലേ. സ്നോയൊക്കെ വാരി എറിഞ്ഞും ഐസുകട്ടകളൊക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചും സമയം പോയതറിഞ്ഞില്ല. മനസ്സോടെ ഇവിടുന്ന് യാത്ര തുടങ്ങും. പോകുന്ന വഴിയിൽ എവിടെയും കാണാൻ യാക്കുകളുടെ കൂട്ടം. ഇവ പൊതുവെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഇവറ്റകൾ. ഇവയുടെ പാൽ വെണ്ണയും ചീസും ആക്കി മാറ്റുന്നു. രോമം ഉപയോഗിച്ച് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ദുർഘടമായ പാതയിലൂടെ ഭാരം വഹിക്കാൻ ഉപയോഗിക്കുന്നു. ഇവയുടെ ഉണക്കിയ മാംസം നീണ്ട ശൈത്യകാലത്ത് ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഈ റോഡിൽ വീണ സ്നോയൊക്കെ ഉണ്ടോ. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണിക്കാരാണെന്നുണ്ടെങ്കിൽ ആ സ്നോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൂമ്പ കൊണ്ട് വാരിയും അടിച്ചും ഒക്കെ കളയും കേട്ടോ. അപ്പം അങ്ങനെയൊരു കാഴ്ചയാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പം നമ്മുടെ വരുന്ന വഴിക്കാണെങ്കിൽ ഒത്തിരി ആൾക്കാരെ കാണാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതും ലോറിയിൽ പോയി ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ സ്നോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോരി മാറ്റിയും അടിച്ചു മാറ്റുന്നതൊക്കെ കണ്ടോ. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഇപ്പം നല്ലപോലെ ഫ്രോസായി നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല. വെള്ളം ഒക്കെ ആണെങ്കിൽ വാട്ടർ ആണെങ്കിൽ ഫുള്ള് ഫ്രോസായി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ സെല ടോപ്പിൻ്റെ അവിടെ എത്തി. നമ്മൾ ഇന്നലെ കണ്ട ലേക്ക് ആ കാണുന്നത്. ഇപ്പം മൗണ്ടനിലെ സ്നോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറവാട്ടോ. സമയം ഇപ്പം 10-11 മണിയായി. അപ്പം അതുകൊണ്ട് വെയിലൊക്കെ ആയപ്പോഴത്തേക്കും കുറേയൊക്കെ ഉരുകി
വെള്ളമായി. നമുക്ക് റോട്ടിലൊക്കെ കാണാൻ പറ്റും ഈ ഐസ് ഉരുക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. സിമിലർലി ആണ് വെയിൽ കൂടുന്നതിനനുസരിച്ച് ഒഴുകാൻ തുടങ്ങും. സാധാരണ പറയും ഈ സ്നോ ഒഴുകുന്ന ഇതുണ്ട്, വാട്ടർ ക്രോസിംഗ് ഉണ്ട്. വാട്ടർ ക്രോസിംഗ് 2 മണി മുമ്പ് വേഗം ക്രോസ് ചെയ്യാൻ പറയും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസില്ലേ, കട്ടിക്കുള്ള ഐസ് മുഴുവൻ ഒഴുകി ഹെവി വാട്ടർഫാളായി മാറും. നമ്മൾ നേരത്തെ രാവിലെ കണ്ട വാട്ടർഫാൾ ഇല്ലേ, ഉച്ചയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ഹെവി ആയി. ലേക്ക് ഫുള്ള് ഫ്രോസായി കിടക്കുവാണ്. നമ്മുടെ ഈ സൈഡ് കേട്ടോ, വെയിലൊക്കെ അടിച്ചിട്ട് ആ സൈഡ് ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുകി തുടങ്ങി. ബാക്കി ഏരിയയൊക്കെ നല്ലപോലെ ഫ്രോസണായി കിടക്കും കേട്ടോ. ഇന്നലെ നമ്മൾ ഇതിലെ പാസ് ചെയ്ത് പോയത് 6 മണിയായപ്പോഴാണ്. അപ്പോൾ നല്ലപോലെ ഈ കാണുന്നേക്കാളും നല്ലപോലെ സ്നോ പെയ്ത് കിടക്കുമായിരുന്നു. അപ്പം നമ്മളിപ്പം സേലാ പാസ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഫോഗ് കയറി, സ്നോഫോൾ ആണോ പോലും ഒന്നും കാണാൻ പറ്റില്ല ഇപ്പം. നിമിഷ നേരം കൊണ്ടാട്ടോ ഇങ്ങനെ മഞ്ഞ് കയറി വന്നേക്കണേ. നമുക്കിനി പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ വിസിബിലിറ്റി ഉണ്ടാവില്ല. ബൈ ബൈ തവാങ്, ബൈ ബൈ സേലാ പാസ്. മേളിൽ നിന്ന് ആക്സിഡൻ്റായിട്ട് താഴെ നിറഞ്ഞുണ്ടോ, ഫുൾ തവിട് പൊടിയായി. ഈ കാണുന്നതാണ് സേല വാരിയേഴ്സ്, ഒരു പട്ടാള ക്യാമ്പാണ്. ഇത് ചൈന ബോർഡറിനോട് അടുത്തുള്ള പ്രദേശമായതിനാൽ ഈ പോകുന്ന വഴിയിൽ എങ്ങും നമുക്ക് പട്ടാള ക്യാമ്പുകൾ കാണാം. സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് ആർമിക്കാരൊരു മോമോസ് ക്യാൻറ്റീനിലാണ്. പട്ടാളക്കാർ തന്നെയാണ് ഇവിടുത്തെ കുക്ക്. നല്ല ചൂടൻ മോമോസും കഴിച്ച് യാത്ര തുടർന്നു. ഇതാണ് ദിറാങ് എന്ന് പറഞ്ഞൊരു ടൗൺ ആട്ടോ. നമ്മൾ തവാങ്ങിൽ നിന്ന് ഗുവാഹത്തി സൈഡിലോട്ട് പോകുമ്പോൾ ഉള്ള ബോംഡില്ലേക്ക് മുമ്പായിട്ടുള്ളൊരു ചെറിയൊരു ടൗണാണ്. കഴിഞ്ഞ ദിവസം പോന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ രാത്രിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ സെയിം സ്ഥലത്ത് വെച്ച് ബ്ലോക്കായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ വണ്ടിയെല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുന്നതാണ് ഈ പ്രശ്നം. ഒന്നാമത് വഴിക്ക് വീതി കുറവാണ്, സൈഡ് കുഴപ്പമില്ല. സൈഡ് ഓക്കെ, സൈഡ് കുഴപ്പമില്ല.
ലുക്കൊക്കെ ഒരുമാതിരി ഗുണ്ടാ ലുക്ക് അല്ലേ? ഒരു വേറൊരു ടൈപ്പ്, കുറച്ചും കൂടെ ദിറാങ്ങിലെ ആൾക്കാർക്ക് വേറൊരു ലുക്കാണ്. ദിറാങ് ബാസാർ ലൈൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ, ഈ കാണുന്ന ഏരിയയുടെ പേര്. ഈ കാണുന്ന കൊച്ചു ടൗൺ ആണ് രാമ ക്യാമ്പ്. ഇന്നലെ നമ്മൾ ഈ കാണുന്ന മരത്തിന്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങിയത്. ഇവിടെ കുറച്ച് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പോഴേക്കും അതെല്ലാം ബുക്ക്ഡ് ആയിരുന്നു. മലയുടെ മേളിൽ കണ്ടോ, കുറേ മരങ്ങളുടെ ഇടയിലായിട്ട് കുറച്ച് പോർഷൻ മാത്രം ക്ലിയർ ആയിട്ട് ഇങ്ങനെ. അവിടെ എല്ലാം വീടുകളാട്ടോ. അവിടെ കാണാം, ഇവിടെ കാണാം. കാണിച്ച വീടുകളുണ്ടല്ലോ, ഇങ്ങനെ ദൂരെ ഒറ്റയ്ക്ക് വീടുകള്. ആ വീടുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഒറിജിനൽ വീടല്ല. ഇവര് ഒരു സ്ഥലത്ത് താമസിക്കും ഒന്നിച്ച്, ഒരു വില്ലേജില്. എന്നിട്ട് ഇത് മലയുടെ മുകളിൽ ഓരോരുത്തർക്കും ഓരോ കുറച്ച് സ്ഥലം ഉണ്ടാവും. അവിടെ ഇവര് പോകും ഈ മഞ്ഞൊക്കെ മാറുന്ന സമയത്ത് കൃഷി ചെയ്യാൻ വേണ്ടിട്ട്. ആ കൃഷി ചെയ്യാൻ പോകുന്ന സമയത്ത് താമസിക്കുന്ന വീടാണത്. അപ്പൊ അവിടെ കുറച്ചു കാലം താമസിക്കും. ആ കൃഷിയൊക്കെ എടുത്ത് കുറച്ച് ഒരു 1.5 മാസമൊക്കെ അവിടെ താമസിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൃഷിക്കൊക്കെ പോകുന്ന സമയത്ത് ഫാമിലിയോട് കൂടി പോയിട്ട് താമസിക്കും. നമ്മൾ താമസിക്കുന്നത് പോലെ സ്ഥിരമായിട്ട് താമസിക്കാൻ ഒരു വീടും ഉണ്ടാവും. കൃഷിക്ക് പോകാൻ സമയത്ത്, കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് പോയിട്ട് ടെമ്പററി ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാവും. അങ്ങനത്തെ സ്ഥലമൊക്കെ ഉള്ള ആളുകളുടെ വീടാണ് ആ ദൂരെ ഇങ്ങനെ കാണുന്നത്, ഒറ്റ വീട്. ഇവിടെ അടുത്ത ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്ന ഇവിടുത്തെ ആളുകൾ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്. ട്രിപ്പ് തുടങ്ങിയ പിന്നെ ഏറ്റവും നല്ലൊരു ഊണ്, നല്ല കറിയും നല്ല സൈഡ് ഡിഷസും എല്ലാം കൂടെ. അത് റേറ്റ് ആണെങ്കിലും 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫുൾ വെജ് താലി. അതിനകത്ത് ഒരുപാട് ഐറ്റംസ്, നല്ല വെറൈറ്റി ഐറ്റംസും ആയിരുന്നു. നമ്മളിതുവരെ കാണാത്ത കുറച്ച് കൊള്ളാം. ആ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ബോംഡില്ല ടൗൺ. നമ്മൾ തവാങ്ങിലേക്ക് പോകുമ്പം ശരിക്കും ബോംഡില്ല ടൗണിലോട്ട് കയറേണ്ട കാര്യമില്ല. ബോംഡിലേക്ക് മുമ്പായിട്ടൊരു 3-4 കിലോമീറ്റേഴ്സ് മുന്നേ നമ്മൾ തിരിഞ്ഞു പോകും.
കാണുന്ന കാറുകളൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഒരു പ്രത്യേകതയുണ്ട്. ഒരേ നമ്പർ പ്ലേറ്റിൽ ഒന്നിലധികം വണ്ടികൾ. ഈ മുന്നിൽ കാണുന്ന ഫോർഡ് എൻഡേവർ 4 കാറിനും ഒരേ നമ്പർ മാത്രമല്ല ഒരേ കളറിലുമാണ്. ഏതോ VVIP ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഒന്നാമത്തെ വണ്ടി പോകുന്നു. ഇപ്പൊ അടുത്ത വണ്ടി വരുന്നുണ്ട്, അതും സെയിം നമ്പറാണ്, AR01K009. അടുത്തത് വരുന്നുണ്ട്, അതും സെയിം നമ്പറാണ്, AR01K009. ഇനി ഒന്നുകൂടെ വരും, അതും ഒരേ നമ്പറാണ്. അടുത്ത് വരുന്നുണ്ട്, ഈ നമ്പർ നോട്ട് ചെയ്തു, AR01K009. ഒരേ വണ്ടി, ഒരേ കളർ, ഒരേ സ്റ്റിക്കർ. പൊളിച്ച് കുറെ ഇസ്യൂസുവിന്റെ പോലീസ് എസ്കോർട്ടും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സെസ്സ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് 2953 അടി ഉയരത്തിലാണ്. ഇന്നലെ നമ്മളിവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കുറേ വീടുകൾ. ഇപ്പോൾ വീടുകളുടെ എല്ലാം പ്രത്യേകത നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മിക്ക വീടുകളുടെയും സൈഡ് വാള് കെട്ടിയിരിക്കുന്നത് ബാമ്പ് കൊണ്ട് ഉള്ള ഭിത്തിയാണ്. അതേപോലെ കണ്ടോ, ഇവിടെ ആയാലും നമുക്ക് കാണാൻ പറ്റും ഇല്ലിയോ, ഈറ്റയും ബാമ്പു അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേൽക്കൂരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റ് ഇട്ടിരിക്കുവാണ്. അതേപോലത്തെയാണ് നമുക്ക് അങ്ങ് മേളിലൊക്കെ ആയാലും കാണാൻ കഴിയുക. അവിടെയുള്ള വീടുകളെല്ലാം അതേ രീതിയിലുള്ള വീടുകളാണ്. അപ്പം നമ്മളിപ്പോൾ വന്നത് ആ വീടിൻ്റെ അവിടെ ഒരു ലൈറ്റ് കണ്ടോ, ഒരു ഹൈമാക്സ് ലൈറ്റ് കണ്ടോ, ആ ലൈറ്റിൻ്റെ അവിടെ നിന്ന് നേരെയുള്ള വഴിക്കൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നതാണ് നെച്ചിപ്പൂ ടണൽ. ഇത് 2023 സെപ്റ്റംബർ 12 ഇനാഗുറേറ്റ് ചെയ്ത് തുറന്നു കൊടുത്തു. ഇതിന് 500 മീറ്റർ ആണ് നീളം. ഈ തുരങ്കം വന്നതോടുകൂടി തവാങ്ങിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ കുറഞ്ഞു. കൂടെ അരമണിക്കൂർ സമയവുമാണ് കുറഞ്ഞത്. നമ്മുടെ ഈ കടയിലെല്ലാം അച്ചാറുകളാട്ടോ, പല ടൈപ്പ് അച്ചാറുകളാണ്, എല്ലാം ഉപ്പിലിട്ടത് കേട്ടോ. ഇതൊക്കെയാണ് ഈ കാന്താരി മുളക്, പല ടൈപ്പിലുള്ള മുളകൾ, നെല്ലിക്ക. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫിഷ് കേട്ടോ. ഇതൊക്കെ ഫിഷ് ഐറ്റംസാണ്, പലതരത്തിലുള്ള ഫിഷുകളുണ്ട്. ഈ കാണുന്നൊക്കെ ആണെങ്കിൽ ബാമ്പു ഇല്ലേ, ബാമ്പുവിൻ്റെ തളി സ്റ്റെം ആണെങ്കിൽ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതൊക്കെ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനത്തെ കടകൾ തവാങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശ് മാത്രം കണ്ടൊരു കാഴ്ചയാണ് അത്. हाँ बेम्बू और किंग चिल्ली, हाँ ये मार्बल चिल्ली है, उसके बाद बेम्बू किंग चिल्ली है। ये फिश है, प्रॉन फिश, स्मॉल फिश, बिग फिश, ऑलिव, बहुत है सारा। ഏതാ മേടിക്കണേ? एक बाम्बू का एक छोटा बोतल दे मेरे को ऐसा। वो बाम्बू का है ना? हाँ हाँ ये वाला, सिर्फ बाम्बू। हाँ हाँ बेम्बू शूट कितना रुपए? 300। वो 300 होता है? हाँ वो कितना रुपए? ये तो आप नहीं खा पाएगा, ये तो सब्जी बनाने के लिए है। हाँ? ये जो कुकिंग करते हैं ना उसके लिए है। ये तो बनाया वाला, ये पिकल है। हाँ ओके ओके। वो कितना दिन रखता है वो? और तो आप खाने के ऊपर है, 3 कितना दिन भी रख सकते हैं, रख सकते 1 साल 2 साल। हाँ इसमें क्या क्या है? कुछ भी नहीं? नहीं कुछ भी नहीं, ये नॉर्मल है। वो साल्ट इसको जैसे- साल्ट नहीं कुछ नहीं। इसको आप चटनी बना सकते हैं, या तो उबाला वाला सब्जी जो बनाते हैं ना आप, चिकन फिश वगैरह उसमें डाल सकते हैं। कितना रुपए? ये 50 रुपीज ओनली 50। What is it? ये जो है ना आप लोग खा नहीं पाएगा, ये सुरपी है, इसकी नाम है ये सुरपी। ये बहुत बदबू आता है। എന്താ ഐറ്റം എന്താ അത്? ये लोकल लोग ही खाते हैं। आप ले सकते हैं पाइनएप्पल वाइन। ഇറ്റ്സ് റെഡി ടു ഈറ്റ്? ये जो रेडी नहीं है, इसको बनाना पड़ेगा आप।
आपको जैसे कि हम लोग टमाटर का चटनी बनाते हैं, मिर्ची ബാമ്പു का का बनाते वाइन है हैं। नहीं पाइनएप्पल एंड बनाना हाँ वेरी टेस्टी। ചാരയാണോ? അവിടെ ഒരു കട കാണാം, ഇവിടെ ഒരു കടയുണ്ട്, പിന്നെ നമ്മുടെ മേളിലൊരു കട, പിന്നെ നമ്മളിപ്പം ഈ കടയിലും. ഇത് മൂന്നാമത്തെ കട, അടുത്തത് നാലാമത്തെ കട. ഇനി നമ്മുടെ അങ്ങ് താഴെയും കാണാം. ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് ട്രീയൊക്കെ അലങ്കരിച്ച് നിർത്തിയേക്കുവാണ്. ആ കാണുന്നൊരു പള്ളിയാട്ടോ. അടുത്തൊരു കട, അഞ്ചാമത്തെ കട. നമ്മുടെ നേരെ സൈഡിൽ ഒരു 2 കടയും കൂടെ കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം ബാലുപോങ് എത്തിയിരിക്കുകയാണ്. നമ്മൾ അരുണാചൽ പ്രദേശിൽ നിന്ന് തിരിച്ച് നമ്മൾ ആസാമിലോട്ട് എൻ്റർ ചെയ്തു. ഇപ്പം 859 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിലോട്ട് എത്തി. ഡിന്നർ കഴിച്ച് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നാളെ ആസാമിലെ അധികം ടൂറിസ്റ്റുകൾ പോവാത്ത അതിമനോഹരമായ ഗ്രാമത്തിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.